ഒരു കൂട്ടം രോഗലക്ഷണങ്ങൾ ഒന്നോ അതിലധികമോ രോഗങ്ങളിലേക്ക് വിരൽ ചൂണ്ടുന്ന ചൂണ്ടുപലകകളാകുന്നതിനെയാണ് സിൻഡ്രോം എന്ന് വൈദ്യശാസ്ത്രത്തിൽ വിവക്ഷിക്കുന്നത്. മെഡിക്കൽ വിദ്യാർത്ഥികൾക്ക് പഠിക്കുവാനും പ്രാക്ടീസ് ചെയ്യുന്ന ഡോക്ടർമാർക്ക് മാർഗദർശകമാകുവാനുമായിട്ട് നൂറുകണക്കിന് ഇത്തരം സിൻഡ്രോം മെഡിക്കൽ ടെക്സ്റ്റ് ബുക്കുകളിലുണ്ട്. അവയിൽ വളരെ പ്രധാനപ്പെട്ടതും ഇന്ന് വൈദ്യശാസ്ത്ര വേദികളിലെല്ലാം വളരെ ചർച്ച ചെയ്യപ്പെടുന്നതുമായ ഒരു സിൻഡ്രോമിനെ കുറിച്ച് പറയാം. മെറ്റബോളിക് സിൻഡ്രോം വളരെ അപകടകരമായ മാരകമായേക്കാവുന്ന 4 രോഗങ്ങളിലേക്കാണ് പ്രധാനമായിട്ടും മെറ്റബോളിക് സിൻഡ്രോം വിരൽ ചൂണ്ടുന്നത്. 1 ഹാർട്ട് അറ്റാക്ക്, 2 സ്ട്രോക്ക്, 3 ഡയബറ്റീസ്, 4 കിഡ്നി ഫെയിലിയർ. ഇവയാണ് 4 മാരകമായ രോഗങ്ങൾ. മെറ്റബോളിക് സിൻഡ്രോം 6 ഘടകങ്ങൾ അടങ്ങിയതാണ്. എന്താണ് ഈ മെറ്റബോളിക് സിൻഡ്രോമിൻ്റെ ഘടകങ്ങൾ? 1 ബ്ലഡ് പ്രഷർ 130/85 മുകളിലായിരിക്കുക. 2 ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ, അതായത് 8 മണിക്കൂർ ഭക്ഷണം കഴിഞ്ഞതിന് ശേഷം എടുക്കുന്ന ബ്ലഡ് ഷുഗർ 100 മുകളിലായിരിക്കുക. 3 രക്തത്തിലെ നല്ല കൊളസ്ട്രോൾ എന്നറിയപ്പെടുന്ന HDL കൊളസ്ട്രോളിൻ്റെ അളവ് 40 താഴെയായിരിക്കുക. 5 രക്തത്തിലെ ഫാറ്റ്സിൻ്റെ ഒരു ഘടകമായ ട്രൈഗ്ലിസറൈഡ്സ് 150 മുകളിലായിരിക്കുക. 6 കുടവയറുണ്ടായിരിക്കുകയും കുടവയറിൻ്റെ അളവ്, അതായത് വേസ്റ്റ് സൈസ്, പുരുഷന്മാരിൽ 40 ഇഞ്ചിന് മുകളിലും സ്ത്രീകളിൽ 35 ഇഞ്ചിനും മുകളിലും ആയിരിക്കുകയും ചെയ്യുക. മെറ്റബോളിക് സിൻഡ്രോം നിലവിലുള്ള മെട്രിക് സിസ്റ്റം ഉപയോഗിക്കുന്ന രാജ്യങ്ങളിലുള്ള എൻ്റെ ശ്രോതാക്കൾ ദയവായിട്ട് ഞാൻ പറഞ്ഞ ഈ അളവുകളെല്ലാം മെട്രിക് സിസ്റ്റത്തിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് നോക്കേണ്ടതാണ്. ഇന്ത്യക്കാരുടെ ഇടയിലെ ഹൃദ്രോഗത്തെപ്പറ്റി അനേക ഗവേഷണ പഠനങ്ങൾ നടത്തിയിട്ടുള്ള പ്രസിദ്ധ കാർഡിയോളജിസ്റ്റായ എൻ്റെ സ്നേഹിതൻ ഡോക്ടർ ഈനാശ് ഈനാസിൻ്റെ അഭിപ്രായത്തിൽ മലയാളികളുടെ ബോഡി ഫ്രെയിം ചെറുതാകയാൽ നമ്മുടെ പുരുഷന്മാരുടെ വെയ്റ്റ് സൈസ്, അതായത് വയറിൻ്റെ അളവ് 35 ഇഞ്ചിനും സ്ത്രീകളുടേത് 30 ഇഞ്ചിനും കൂടിയാൽ അത് അബ്നോർമലായി കണക്കാക്കണമെന്നാണ്. ഞാൻ പറഞ്ഞ ഈ 6 ലക്ഷണങ്ങളിൽ ഒരാൾക്ക് 3 ഉണ്ടെങ്കിൽ അന്തർദേശീയ ധാരണ പ്രകാരം അയാൾക്ക് മെറ്റബോളിക് സിൻഡ്രോം ഉള്ളതായി കണക്കാക്കണം. ഇത്തരം 3 അതിലധികമോ ലക്ഷണങ്ങളുമായി ആണ് ഒരാൾ ജീവിക്കുന്നതെങ്കിൽ വൺ വേയിലേക്ക് മാത്രം യാത്ര ചെയ്യുന്ന ഒരു ട്രെയിനിൽ 3 അപകടം പിടിച്ച പാക്കറ്റുകളായി 3 അതിലധികമോ അപകടം പിടിച്ച പാക്കറ്റുകളുമായി യാത്ര ചെയ്യുന്ന ഒരാൾക്ക് സമാനമാണ്. ഈ 3-ലധികം അപകടങ്ങളുടെ പാക്കറ്റുമായി, സിൻഡ്രോമിൻ്റെ പാക്കറ്റുമായി യാത്ര തിരിച്ചാൽ ഈ വണ്ടി 4 സ്ഥാനങ്ങളിൽ മാത്രമേ നിർത്താനിടയുള്ളൂ. 1 ഹാർട്ട് അറ്റാക്കിൻ്റെ സ്റ്റേഷനിൽ, 2 സ്ട്രോക്കിൻ്റെ സ്റ്റേഷനിൽ, 3 ഡയബറ്റീസിൻ്റെ സ്റ്റേഷന്, 4 കിഡ്നി ഫെയിലിയറിൻ്റെ സ്റ്റേഷനുകൾ. ഈ ലക്ഷണങ്ങളിൽ കുടവയർ വളരെ പ്രാധാന്യമർഹിക്കുന്നു. സാധാരണ റെസിഡൻസിനോട് ഇന്ന് പഠിപ്പിക്കുമ്പോൾ പറയാറുണ്ട്, നിങ്ങളുടെ കൺസൾട്ടേഷൻ റൂമിലെ ഡോറിലൂടെ ആദ്യം കടന്നു വരുന്ന രോഗിയുടെ മുഖത്തേക്കാൾ മുമ്പ് അയാളുടെ കുടവയറാണ് ആദ്യം കാണുന്നതെങ്കിൽ ബ്ലഡ് ട്രൈഗ്ലിസറൈഡ്സ്, HDL, ബ്ലഡ് ഷുഗർ ഇവയെല്ലാം ചെക്ക് ചെയ്യുവാൻ വേണ്ടി രോഗിയെ കാണുന്നതിന് മുമ്പ് തന്നെ മനസ്സിലൊരു തീരുമാനം എടുത്തിരിക്കണമെന്ന്. കാരണം കടന്നു വരുന്നത് ഒരു മെറ്റബോളിക് സിൻഡ്രോം ആകാനാണ് ഏറെ സാധ്യത. മെറ്റബോളിക് സിൻഡ്രോം അതിന് കാരണം എന്താണെന്ന് നമുക്ക് നോക്കാം. നമ്മുടെ ശരീരം ഒരു യന്ത്രമാണെന്ന് ഒരു നിമിഷത്തേക്ക് സങ്കല്പിച്ചാൽ ആ യന്ത്രം ഓടിക്കുന്നതിന് ഉപയോഗിക്കുന്ന ഫ്യൂവൽ എന്താണ്? അത് നമ്മുടെ രക്തത്തിലെ ഗ്ലൂക്കോസാണ്. നാം കഴിക്കുന്ന ഭക്ഷണങ്ങൾ കുടവയർ വഴി അബ്സോർബ് ചെയ്ത് രക്തത്തിലെത്തി അതിൻ്റെ ആത്യന്തിക ഘടകമായി ഗ്ലൂക്കോസായി കൺവേർട്ട് ചെയ്യപ്പെട്ട് ഈ ഗ്ലൂക്കോസ് ശരീരത്തിലെ സെല്ലിനുള്ളിൽ പ്രവേശിച്ച് ബേൺ ചെയ്യുന്നതാണ് നമുക്ക് വേണ്ട ശരീരത്തിനുള്ള എനർജി. അങ്ങനെയാണ് ലഭിക്കുന്നത്.
ഈ ഗ്ലൂക്കോസ് സെല്ലിനകത്ത് പ്രവേശിക്കുവാൻ നമ്മുടെ പാൻക്രിയാസ് നിർമ്മിക്കുന്ന ഇൻസുലിൻ എന്ന ഹാർമോൺ ആവശ്യമാണ്. എന്നാൽ ചില വ്യക്തികളിൽ പരമ്പരാഗതമായ ജെനറ്റിക് ഡിഫക്റ്റ് കാരണം ഇൻസുലിൻ വേണ്ട വിധം പ്രവർത്തിക്കുന്നില്ല. തന്മൂലം ബ്ലഡ് ഷുഗർ വർദ്ധിക്കുന്നു. അങ്ങനെ ബ്ലഡ് ഷുഗർ വർദ്ധിക്കുമ്പോൾ ബ്ലഡ് ഷുഗർ കൺട്രോൾ ചെയ്യുവാൻ വേണ്ടി പാൻക്രിയാസ് കൂടുതൽ ഇൻസുലിൻ നിർമ്മിച്ച് രക്തത്തിലെത്തിക്കുന്നു. ഇതുമൂലം രക്തത്തിൽ ഇൻസുലിൻ്റെ അളവ് ക്രമാതീതമായി വർദ്ധിക്കുന്നു. ഇതിനെ ഹൈപ്പർ ഇൻസുലിനീമിയ എന്നാണ് മെഡിസിനിൽ വിളിക്കുന്നത്. അളവിൽ കൂടിയ ഇൻസുലിൻ രക്തത്തിലുണ്ടെങ്കിൽ അത് അതെറോജനിക്കാണ്, അപകടകരമാണ്. ഈ ഇൻസുലിനാണ് നമ്മുടെ മെറ്റബോളിക് സിൻഡ്രോമിൻ്റെ 6 ലക്ഷണങ്ങൾക്കും കാരണമായി തീരുന്നത്. ആദ്യമൊക്കെ ഇൻസുലിൻ ഉൽപ്പാദനത്തിൻ്റെ അളവ് കൂട്ടി പാൻക്രിയാസ് ബ്ലഡ് ഷുഗർ കൺട്രോൾ ചെയ്യുവാൻ ശ്രമിക്കുമെങ്കിലും കുറേ വർഷങ്ങൾ കഴിയുമ്പോൾ വേണ്ടത്രത്തോളം ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുവാൻ നമ്മുടെ പാൻക്രിയാസ് പരാജയപ്പെടുന്നു. അപ്പോഴാണ് ടൈപ്പ് 2 ഡയബറ്റിക് രോഗിയായി മാറുന്നത്. പ്രായമായവരിൽ ഉണ്ടാകുന്ന പ്രമേഹം മുഖ്യമായും ഈ ടൈപ്പ് 2 ഡയബറ്റീസാണ്. പക്ഷേ ഓർത്തിരിക്കുക, ഒരാൾ ടൈപ്പ് 2 ഡയബറ്റീസ് ആകുന്നതിന് മുമ്പ് തന്നെ രക്തത്തിലെ ഇൻസുലിൻ്റെ അളവ് കൂടുന്നതിനാൽ അത് രക്തധമനികളെ ബാധിച്ച് ഹൃദ്രോഗത്തിനും പക്ഷാഘാതത്തിനും വൃക്കകളുടെ പരാജയത്തിനും എല്ലാം കാരണമായേക്കാം. പ്രായം കൂടുന്നതിനനുസരിച്ച് മെറ്റബോളിക് സിൻഡ്രോം ഉണ്ടാകുവാനുള്ള സാധ്യതയും വർദ്ധിക്കുന്നു. 20-ാമത്തെ വയസ്സിൽ ഒരാൾക്ക് മെറ്റബോളിക് സിൻഡ്രോം ഉണ്ടാകാനുള്ള സാധ്യത 5% 60 വയസ്സാകുമ്പോഴത്തേക്ക് അത് 40% വർദ്ധിക്കും. നിർഭാഗ്യവശാൽ മലയാളിയുടെ ഇടയിൽ മറ്റുള്ളവരെക്കാൾ കൂടുതൽ മെറ്റബോളിക് സിൻഡ്രോമാണ്. ഇതെല്ലാമാണെങ്കിലും നിങ്ങൾക്ക് മെറ്റബോളിക് സിൻഡ്രോം ഉണ്ടെങ്കിൽ തന്നെയും നല്ല വാർത്ത, ഫലപ്രദമായ പ്രതിരോധ നടപടികൾ സ്വീകരിക്കാമെങ്കിൽ മെറ്റബോളിക് സിൻഡ്രോമിൻ്റെ അപകടങ്ങൾ എല്ലാം തന്നെ ഒഴിവാക്കാനായിട്ട് സാധിക്കും. എന്തെല്ലാമാണ് പ്രതിരോധ നടപടികൾ? 1. വ്യായാമം ചെയ്യുവാൻ ആരംഭിക്കുക. കുറഞ്ഞത് ദിവസം അരമണിക്കൂർ വീതമെങ്കിലും 5 ദിവസവും വ്യായാമം ചെയ്തിരിക്കണം. വേഗത്തിൽ നടക്കുന്നതായാലും മതി. 2. വ്യായാമം മൂലവും ഭക്ഷണത്തിലെ ഉപ്പ് കുറച്ചും ബ്ലഡ് പ്രഷർ 130/85 താഴെ എത്തിക്കുക. അത് സാധ്യമാകുന്നില്ല എങ്കിൽ നിങ്ങളുടെ ഡോക്ടർ മരുന്ന് നൽകി 130/85 താഴെ എത്തിച്ചുകൊള്ളും. 3. വ്യായാമവും ഭക്ഷണ ക്രമീകരണവും മൂലം ഫാസ്റ്റിക് ബ്ലഡ് ഷുഗറും 100 താഴെ കൊണ്ടുവരാനായിട്ട് സാധിച്ചില്ലെങ്കിൽ മരുന്ന് ആവശ്യമായി വന്നേക്കാം. അതുപോലെ തന്നെ വ്യായാമവും ഭക്ഷണ ക്രമീകരണവും എല്ലാം കൊണ്ട് നല്ല കൊളസ്ട്രോളിൻ്റെ അളവ്, HDL കൊളസ്ട്രോളിൻ്റെ അളവും 40 മുകളിൽ എത്തിക്കുവാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ ഇവിടെയും ഡോക്ടർക്ക് മരുന്ന് നൽകി സഹായിക്കാനായിട്ട് സാധിക്കും. ഇതുപോലെ തന്നെ രക്തത്തിലെ ട്രൈഗ്ലിസറൈഡും വ്യായാമം മൂലവും ഭക്ഷണം കുറച്ചും കാർബോഹൈഡ്രേറ്റിൻ്റെ അംശം കുറച്ചും 150 താഴെ എത്തിക്കാനായിട്ട് സാധിക്കും. ചില ഡോക്ടർമാർ മെറ്റബോളിക് സിൻഡ്രോം ഉള്ള രോഗികൾക്ക് ഹൃദ്രോഗവും പക്ഷാഘാതവും പ്രതിരോധിക്കാൻ വേണ്ടി ദിവസവും ഓരോ ബേബി ആസ്പിരിൻ ഉപദേശിക്കാറുണ്ട്. ഏതായാലും 40 വയസ്സിൽ മുകളിലുള്ള എല്ലാ മലയാളികളും, അവർ കേരളത്തിലാണെങ്കിലും കേരളത്തിന് പുറത്ത് ജീവിക്കുന്നവരാണെങ്കിലും, വർഷത്തിൽ ഒരിക്കലെങ്കിലും മെറ്റബോളിക് സിൻഡ്രോം ഉണ്ടെന്ന് പരിശോധിക്കുവാൻ ടെസ്റ്റുകൾ ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. ഇത് ഡോക്ടർ റോയ് പി തോമസ്, ചിക്കാഗോയിൽ നിന്ന്. വരുന്നയാഴ്ചയും ഇതേ സമയം നമുക്ക് വീണ്ടും കാണാം.